രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ സിപിഎമ്മിന് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ്. കേരളം ഞെട്ടിപ്പോകുന്ന വാർത്ത ഉടൻ വരാനുണ്ടെന്ന് വി ഡി സതീശൻ പറയുന്നു. സിപിഎം അധികം കളിക്കേണ്ടെന്നും കാത്തിരിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. പിന്നെ സിപിഎംകാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ, ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ, കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട് ഇതുമായിട്ട്. അല്ല നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. സിപിഎം തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ ഈ സിപിഎമ്മിന് സംഭവിക്കും. സിപിഎമ്മിന് ഒരു ഭയമില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി. ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. സിപിഎമ്മിന് ഒരു ഭയമില്ലെന്ന് നിങ്ങൾക്ക് സിപിഎമ്മിനാണ് സഹിക്കുന്നത്. സിപിഎമ്മിൽ ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലും ഒക്കെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. രാഹുൽ മാക്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കാരണം ഇനി രാജി ഞാൻ വെക്കുകയാണെങ്കിൽ പല ആളുകളുടെയും മുഴുവൻ കഥയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചത്, രാജി വേണ്ട തീരുമാനിച്ചത്. തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധവുമായി കൊണ്ടുവന്ന കാളയെ കളയരുത് എന്ന് BJP-യോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു. ആ കാളയെ BJP ഓഫീസിന് മുന്നിൽ തന്നെ കെട്ടിയിടണം. രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് കാളയുമായി BJP-ക്കാരെ കൊണ്ട് താൻ പ്രകടനം നടത്തിക്കും എന്നും പറയുകയാണ് വി ഡി സതീശൻ. ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP-ക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-ക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തിക്കും. വെയിറ്റ് ചെയ്താൽ മതി. കളയമ വരുന്നത് ഇപ്പോൾ തന്നെ ആയിക്കൂടെ എന്നായിരുന്നു BJP നേതാവ് വി മുരളീധരന്റെ പരിഹാസം. എന്തിനാ ഇത് നാളെയാക്കുന്നത്? ഇപ്പം തന്നെ നടത്തിക്കൂടായിരുന്നു. ഇതിന് 2 ദിവസത്തേക്ക് മുന്നറിയിപ്പൊന്നും തരേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വി ഡി സതീശൻ വിചാരിച്ചാൽ സാധിക്കില്ല. ശ്രീത്താണ് വാർത്തകൾ വെച്ചിരുന്നത്. ശ്രീത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രതികരണം, അതിനുശേഷം പിന്നാലെ വന്ന തുടർ പ്രതികരണങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തൽ, അതിനുശേഷം പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കൽ. ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത വിവാദങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ടേണിലേക്ക് എത്തുകയാണോ? ഒന്നുകൂടി നേർക്കുനേർ ചോദിച്ചാൽ കേരള രാഷ്ട്രീയം കൂടുതൽ മലീമസമാകാൻ പോകുന്നോ ശ്രീത്? ഹാഷ്മി, രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ കോൺഗ്രസും UDF-ഉം കുറച്ച് പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ ആ പ്രതിരോധത്തിൻ്റെ നിലപാട് മാറ്റി ഒരു പ്രത്യാക്രമണത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. അതിൽ ഹാഷ്മി സൂചിപ്പിച്ച പോലെ കേരളം മലീമസമാകുന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന ചില വാർത്തകളും വിവരങ്ങളും പുറത്തു വരും എന്ന ഭീഷണി സ്വരത്തിലുള്ള പ്രതികരണമാണ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. അത് കേരളം ഞെട്ടുന്ന വാർത്ത വരുമെന്ന് പറയുമ്പോൾ അത് BJP പാളയത്തിലും ഒപ്പം തന്നെ CPM പാളയത്തിലും ആശങ്ക വിതയ്ക്കാൻ പോകുന്നതാണ് എന്ന് വേണം കരുതാൻ. എന്തായാലും BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട ചില കോർ കമ്മിറ്റിയിലെ ആൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും ഒരു വശത്ത് സജീവമാണ്. എന്നാൽ മറുവശത്ത് CPM-ൽ ആർക്കെതിരെയാണ് ഈ നീക്കം എന്ന്, അല്ലെങ്കിൽ ആർക്കെതിരെയാണ് വെളിപ്പെടുത്തൽ വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇത്തരം ചർച്ചകളെല്ലാം ചേർന്ന് പൊതുരാഷ്ട്രീയത്തെ ഈ ലൈംഗിക ആരോപണങ്ങളുടെയോ അല്ലെങ്കിൽ സമാനമായ സ്വഭാവമുള്ള ആരോപണങ്ങളുടെയോ ഒരു കുറ്റിയിൽ കെട്ടിയിടാനുള്ള നീക്കമായി മാറുമോ എന്ന ആശങ്ക എല്ലാ കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രത്യാക്രമണത്തിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ അവനാഴിയിൽ കരുതി വെച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രമെന്നാണ് ഇനി അറിയാനുള്ളത്. ഉറപ്പായും ശ്രീത്, ഇത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും അണികൾ പറയുന്നതല്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തോടായി ഉത്തരവാദിത്തോടു കൂടി പറയുന്നതാണ് ഈ കാര്യങ്ങൾ. ഒന്നാമത് ഈ പറഞ്ഞ കാളയെ BJP നേതാവ് BJP പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു പ്രകടനം ഞാൻ നടത്തിക്കും എന്നൊന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, CPM ബന്ധപ്പെട്ട് കേരളം ഞെട്ടുന്ന ഒരു വാർത്ത അധികം വരാതെ വൈകും എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സോഷ്യൽ മീഡിയ ആരോപണത്തിനപ്പുറം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അത് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗുരുതരമാണ് ശ്രീത്.
തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചു തന്നെയാണ് അതിൻ്റെ ഏറ്റവും ശരിയായ കാര്യം. ഇത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് ഈ ആരോപണം ഉന്നയിച്ചത്. സതീശൻ്റെ വ്യക്തിപരമായ ശൈലി കൂടി എടുത്താൽ സാധാരണ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കോ ഭീഷണികൾക്കോ പുറപ്പെടുവിക്കുന്ന ആളല്ല അദ്ദേഹം. മറിച്ച് രാഷ്ട്രീയത്തിൽ ഏറ്റവും പക്വമായും വളരെ എന്നാൽ ഷാർപ്പായുള്ള പ്രതികരണങ്ങളുമൊക്കെ നടത്തുന്ന ആളാണ്. അതേ സതീശൻ ഒരു പ്രത്യാക്രമണത്തിൻ്റെ സ്വഭാവത്തിൽ ആക്രമണോത്സുകമായ ഒരു ശൈലി സ്വീകരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒളിപ്പിച്ചിരിക്കുന്നത് എന്താണ്, അദ്ദേഹം പറയാൻ അല്ലെങ്കിൽ അദ്ദേഹവും അല്ലെങ്കിൽ കോൺഗ്രസോ പുറത്തുവിടാൻ പോകുന്നത് എന്താണ് എന്ന തരത്തിലുള്ള ആശങ്ക വലിയ തോതിൽ വളരുന്നുണ്ട്. അത് ഈ കോൺഗ്രസിലെയും BJP-യിലെയും നേതാക്കൾക്കിടയിൽ ആശങ്ക വിതയ്ക്കുന്ന എന്തെങ്കിലും വളരെ ഗുരുതരമായ കാര്യമാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ BJP-യിലെ ഒരു മലബാർ മേഖലയിലെ ബന്ധപ്പെട്ടൊരു നേതാവിനെതിരെ ഒരു പരാതി പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ചർച്ചയാവുന്നുണ്ട്. അത്തരത്തിലെന്തെങ്കിലും ആരോപണമാണോ അതോ CPM-നകത്ത് പുതുതായി എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന പ്രതികരണങ്ങളോ മറ്റോ വരും മണിക്കൂറുകൾ? സതീശൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞതൊന്നും അധികം വൈകാറില്ല എന്നുകൂടി നമ്മൾ അതുകൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ അധികം വൈകാതെ തന്നെ ഒരു രാഷ്ട്രീയ ബോംബ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പൊട്ടും എന്നുള്ള ആശങ്കയാണ് പൊതുവിൽ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത്. ഇനി രണ്ട് പോസിബിലിറ്റിയാണ് ശ്രീത്തുള്ളത്. ഒന്ന്, ഈ പറയുന്നതിൽ ധൈര്യമുണ്ടെങ്കിൽ VD സതീശൻ കയ്യിലുള്ള വിവരങ്ങൾ പുറത്തു പറയൂ എന്ന് CPM-ൻ്റെയും BJP-യുടെയും വെല്ലുവിളി വരണം ആർജവത്തിൻ്റെ ഭാഷയിൽ. അതല്ലെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തീരാൻ പോകുന്നു. രണ്ട് പോസിബിലിറ്റിയാണ് ഉണ്ടാകാൻ പോകുന്നത് ശ്രീത്ത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്ന ഒരു അജണ്ട കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസിന് ഈ വിഷയത്തിൽ നിന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിന്ന് അടുത്ത പൊളിറ്റിക്കൽ രാഷ്ട്രീയ എതിരാളികളെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയത്തിലേക്ക് ഈ ശ്രദ്ധ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് CPM-നെ കേന്ദ്രീകരിച്ചും BJP-യെ കേന്ദ്രീകരിച്ചും ചില ചോദ്യങ്ങൾ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അതായത് ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ CPM-ലെ നേതാക്കൾ തയ്യാറുണ്ടോ, BJP-യിലെ നേതാക്കൾ തയ്യാറുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ MM ഹസൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ VD സതീശനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. എന്നാൽ അതിനുമപ്പുറം കടന്ന് ഒരു പ്രത്യാക്രമണത്തിൻ്റെ ആക്രമണോത്സുകമായ ഒരു രാഷ്ട്രീയ ശൈലി സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് വരുമ്പോൾ പ്രതിരോധമകറ്റി ആ ഒരു പ്രത്യാക്രമണത്തിൻ്റെ ശൈലിയിലേക്ക് മാറാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് തങ്ങളുടെ നിറച്ചു വെച്ചിരിക്കുന്ന തിരയിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ള ചർച്ചകളാണ് ഏറ്റവും സജീവമാകുന്നത്. എങ്കിലും നമുക്ക് ഇത്തരം തരത്തിലുള്ള ആരോപണങ്ങളായതുകൊണ്ട് കേൾക്കുന്ന അഭ്യൂഹങ്ങൾ വാർത്തകളായി പറയാൻ കഴിയില്ല. ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളോ മറ്റോ പുറത്തു വന്നാൽ മാത്രമേ അതേപ്പറ്റി പറയാൻ കഴിയൂ. പലവിധ അഭ്യൂഹങ്ങളും രാഷ്ട്രീയ വർത്തകങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്കും ബോധ്യമുണ്ട്. എങ്കിലും അതൊന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കുറച്ചു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ അടുത്ത എന്തോ ചില വെളിപ്പെടുത്തലുകൾ തുടർച്ചയുണ്ടാകുന്നു എന്ന രീതിയിൽ ചില പ്രതികരണം നടത്തിയത്. അത് BJP-ക്കും CPM-നുള്ള മുന്നറിയിപ്പായിരുന്നു. അത് തുടർച്ചയിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ, ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനോടായിരുന്നു V മുരളീധരൻ്റെ പ്രതികരണം. അങ്ങ് പുറത്തുവിട് എന്നുള്ളതാണ് V മുരളീധരൻ്റെ പ്രതികരണം. MD രമേശും സമാനമായ രീതിയിൽ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതെന്താകും അതിന് ഡെവലപ്മെൻറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു മുഖമില്ലാത്തൊരു ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് പറയുന്നതല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ്. അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് എന്ന കാര്യം പറയാം. ചില അഭ്യൂഹങ്ങൾ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നു. സത്യം എന്താണെന്ന് അറിയില്ല.